ജുക്കി മെഷീനിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ മോട്ടോർ ജാമായി പോവുക എന്നുള്ളത്. അതായത് ഈ ഒരു വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല, നീഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ നൂല് ഉള്ളിലേക്ക് പോയിട്ട് ബോബിൻ ഇടയ്ക്ക് സ്റ്റക്കായി പോകും. ബോബിനല്ല, ബോബിൻ ഫിക്സ് ചെയ്യുന്ന ആ ഒരു കേസിനുള്ളിൽ സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ നീഡിൽ പൊട്ടിയിട്ട് നീഡിലിൻ്റെ ഏതെങ്കിലും ഒരു പീസ് അതിനുള്ളിൽ സ്റ്റക്കായി പോകും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പം എനിക്കിവിടെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിൽ പൊട്ടിയിട്ട് അതിൻ്റെ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ഈ മെഷീൻ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ബോബിനും കേസും ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഈ ഒരു കേസ് ഫിക്സ് ചെയ്യുന്ന ഈ ഒരു റൗണ്ടിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നൂലോ അല്ലെങ്കിൽ നീഡിൽ പീസോ ഒക്കെ സ്റ്റക്കാവുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു ബോബിൻ ഇവിടെ നിന്ന് ഇളക്കി മാറ്റുന്നുണ്ട്. ചിലപ്പോൾ ഈ കാണുന്ന ഒരു ഗ്യാപ്പില്ലേ, ഇതിനുള്ളിൽ നൂല് സ്റ്റക്കായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഉൾഭാഗത്തില്ലേ അവിടേക്ക് നൂല് സ്റ്റക്കായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ട്യൂസറൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് വലിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ ഇങ്ങോട്ട് പോരാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് നീഡിൽ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മോട്ടർ ഒട്ടും അനങ്ങുന്നുമില്ല. അപ്പം നമുക്ക് ഈ കാണുന്ന ഒരു സ്ക്രൂ, വലിയൊരു സ്ക്രൂ കാണുന്നില്ലേ, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് വരുന്നത്. അതാണ് ഈ ഒരു കേസിൻ്റെ അവിടെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ബ്ലാക്ക് സ്ക്രൂ ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. ഞാൻ ആ സ്ക്രൂ ഒന്ന് ഊരിയിട്ട് ഈ ഒരു പാർട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ സൂചി ഒടിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് ഇത് ഇവിടെ ഇങ്ങനെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതിപ്പോൾ മൂവ് ആവുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ തിരിക്കുമ്പോൾ മൂവ് ആവുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ സൂചി ഇരിപ്പുണ്ട്. അപ്പം അത് ഇനിയും സ്റ്റക്കാവും. അപ്പോൾ എനിക്ക് ഈ ഒടിഞ്ഞ സൂചിയുടെ പീസ് എടുക്കണമെങ്കിൽ ഈ കാണുന്ന ഈ സ്ക്രൂ ഇളക്കി ഇതും ഇളക്കിയിട്ട് ഇത് പുറത്തേക്ക് എടുത്ത് കളയണം. ശരിക്കും 2 സ്ക്രൂ അല്ല, ഇതിനിങ്ങനെ ചുറ്റുമായിട്ട് 7 സ്ക്രൂ ഉണ്ട് മൊത്തത്തിൽ. അതെല്ലാം ഇളക്കിയാലേ നമുക്ക് ഈ കേസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീനോടൊപ്പം വരുന്ന ഏറ്റവും ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്, കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്ക്രൂ വേഗത്തിൽ മിസ്സായി പോവുകയും ചെയ്യും. അപ്പം മാഗ്നറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനടിയിലായിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഈ സ്ക്രൂ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ കുറേ ശ്രമിച്ചിട്ടും എനിക്ക് ആകെ ആ ഒരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു നീഡിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഭാഗ്യത്തിന് എനിക്ക് ഇവിടുന്ന് ആ ഒരു നീഡിൽ അങ്ങോട്ട് തെറിച്ചു പോയി. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല റൊട്ടേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് അങ്ങനെ ഒന്നും സെറ്റായിട്ടില്ലെങ്കിൽ ഈ സ്ക്രൂകളെല്ലാം ഇളക്കിയിട്ട് പിന്നെ രണ്ടാമത് ഇതെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കാണുന്ന ഈ ഒരു പ്രൊജക്ഷൻ, ഈ ഒരു കാണുന്ന ഒരു ഗ്യാപ്പില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മളത് തിരിച്ച് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക, ഇതിങ്ങനെ സെൻറ്ററിലാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിനുള്ളിലേക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചു. നമ്മളതുപോലെ തന്നെ മുമ്പത്തെ പോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ മോട്ടറൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഒരുവിധം മെഷീൻസിനൊക്കെയും ഇങ്ങനത്തെ പ്രശ്നം വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ജൂക്കിയുടെ DDL55550N ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ.